ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ സെഷനത്തിലേക്ക് സ്വാഗതം. അനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം 2 ദിവസമായിട്ട് നമുക്ക് കഥയിടാൻ പറ്റിയില്ല. എന്നാൽ വരുന്ന ദിവസത്തെ നാളത്തെ പ്രമോ സെഷനത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചില ഭാഗമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി രേവതിക്കുട്ടിയെക്കുറിച്ചും രേവതിക്കുട്ടിയുടെ ആ ഓർഫനേജിൽ എത്തിയ കഥകളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അലീനയ്ക്ക് എങ്ങനെയാണോ തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയത്, തൻ്റെ സഹോദരങ്ങളെ തിരിച്ചു കിട്ടിയത്, അതുപോലെ രേവതിക്കുട്ടിക്കും തനിക്ക് അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെന്നും അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അങ്ങനെ അതിന് രേവതിക്കുട്ടി അന്വേഷിച്ച് ചില പുതിയ താരങ്ങൾ കടന്നു വരുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് നാളെയും ആ താരങ്ങൾ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് രേവതിക്കുട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് വീണ്ടും എത്തുകയും അങ്ങനെ രേവതിക്കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഒടുവിൽ രേവതിക്കുട്ടിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അടുത്ത് വരുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ട് ദേശമിക്കും അതുപോലെ മാമച്ചനും ഒരുപാട് സങ്കടം തോന്നുക. കാരണം തങ്ങളെ അതുപോലെ രേവതിക്കുട്ടി സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചും രേവതിക്കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മേനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ രേവതിക്കുട്ടിക്ക് ഒരു അവകാശം വന്നു കഴിഞ്ഞാൽ തങ്ങൾ വീണ്ടും അനാഥരായി പോകുമല്ലോ എന്നൊരു ഭയം ഗ്രേസമ്മയ്ക്കും അതുപോലെ മാമച്ചനുമുണ്ട്. മാമച്ചൻ അത് പ്രകടമാക്കുന്നില്ല, പക്ഷെങ്കിൽ സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നൊരു ഭാഗമൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഗ്രേസമ്മ അതല്ല, രേവതിക്കുട്ടി ഒരു കാരണവശാലും ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും ആര് ബന്ധുക്കൾ വന്നാലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല എന്ന് മാമച്ചനോട് ഒരു തൻ്റെ തീരുമാനം പറയുകയും അപ്പം മാമച്ചന് മനസ്സിലായി രേവതിക്കുട്ടിയെക്കുറിച്ച് വലിയ ലക്ഷ്യം അല്ലെങ്കിൽ രേവതിക്കുട്ടി അത്രത്തോളം ഗ്രേസമ്മ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുവാൻ വേണ്ടി തന്നെ അന്വേഷിച്ച് വരുന്നവരെയൊക്കെ തടയുകയും അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന ഗ്രേസമ്മയുടെ ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം തന്നെ അലീനയെ കുറിച്ച് വലിയ വിവരങ്ങൾ നമുക്ക് 2 ദിവസത്തെ എപ്പിസോഡിൽ കിട്ടുന്നില്ല. കാരണം ഒരു പക്ഷെങ്കിൽ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ചിങ്ങനെ മുറിയിൽ കെട്ടിയിട്ടത് കൊണ്ടൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും അല്ലേ. എന്തായാലും അലീനയെ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് നാളത്തെ എപ്പിസോഡിലും കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും അവിടെ ആ ഭാഗത്ത് അലീനയും അതുപോലെ ബാലചന്ദ്രനും കൃഷ്ണമോളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുകയും ഇതിനിടയിൽ വൈചേന്ദ്ര ഓപ്പറേഷൻ കാര്യത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ അലീനയും കൃഷ്ണമോളും അതുപോലെ ബാലചന്ദ്രനും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പോകുന്ന ബബിതയുടെയും രോഹിത്തിൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അവർ അവിടെ എത്തി തൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ എത്തിയതിന് ശേഷം അല്ലെങ്കിൽ തന്നെ തൻ്റെ അങ്കിളുടെ വീട്ടിലെത്തിയതിന് ശേഷം കമലയുടെ പ്രകടമാക്കുന്ന ചില തിരിച്ചു വ്യത്യാസങ്ങളും ചില കുശുമ്പും അതുപോലെ പോരുകളൊക്കെ തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഇത്. ബബിതയ്ക്ക് ഒട്ടും താങ്ങുവാൻ കഴിയാത്ത ചില അവസ്ഥയിലേക്കൊക്കെ വരുന്നു. അതുപോലെ രോഗത്തിനും അത് ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. കാരണം സ്വന്തം വീട്ടിൽ ഇഷ്ടം പോലെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്ന രോഗത്തും ബബിതയും ഇപ്പോൾ ഒരു വലിയൊരു ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ തൻ്റെ സ്വന്തം വീടായിരുന്നു ഇതിലും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ തൻ്റെ പരാജയപ്പെട്ട് മടങ്ങി വന്ന ശിവനും രാജീവും അതുപോലെ നമ്മുടെ ഗംഗാധരനുമൊക്കെ ഈ സത്യങ്ങൾ അലീനയെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയുവാൻ മടി കാണിക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന അലീനയെക്കുറിച്ച് കമലയും അതുപോലെ ഹരിയുമൊക്കെ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസത്തെ പ്രമോ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.